ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏതൻസ് കിച്ചൺ. ഇന്ന് നമുക്ക് നല്ലൊരു സേമിയ പായസം ഉണ്ടാക്കിയാലോ. ആദ്യം ചൂടുകട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനൊരു 20 കാഷ്യൂ വരെ എടുത്തിട്ടുണ്ട്. ഒന്ന് കളർ മാറി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് റേസിൻസ് ഇട്ട് കൊടുക്കാം. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റേസിൻസ് ബോൾ പോലെ ആയി വരുമ്പോൾ നമുക്ക് അത് നെയ്യിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. അതേ നെയ്യിൽ തന്നെ നമുക്ക് 1 കപ്പ് വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ റോസ്റ്റഡ് ആയിട്ടുള്ള വെർമിസെല്ലിയാണ് എടുത്തിരിക്കുന്നത്. റോസ്റ്റഡ് അല്ലെങ്കിലും കുഴപ്പമില്ല. വറുക്കാത്തതാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഒന്ന് കളർ മാറുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. ഒരു 3 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 15 മുതൽ 20 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് സേമിയ വെന്ത് കിട്ടും. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സേമിയയ്ക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂം റൈസിൻസും ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.